അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്ത് ടിവിയിൽ കാണിക്കുന്നുണ്ട് ലൈവായിട്ട്. ഇതാണ് ട്രാക്ക്. ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രയും തിരക്കുണ്ട്. ഫുള്ള് തിരക്ക്. നമുക്ക് ഗ്യാപ്പേ കിട്ടിയിട്ട് അതിനെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ പോത്തിന് സെറ്റാക്കുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും. അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഇപ്പുറത്തെ ഫിനിഷിംഗ് ലൈന്. ഫസ്റ്റ് എത്തുന്നവർ ജയിക്കും, അതാണ് സംഭവം. പിന്നെ പോത്ത് പറഞ്ഞാൽ ഭയങ്കര സൈസ്. നമ്മളെ നാട്ടിലില്ല പോലത്തെ പോത്തേ അല്ല. നമ്മളെ നാട്ടിലില്ല രോമല്ലോ ഇങ്ങനെ മുടിയില്ല പോത്തല്ല. ഇത് പ്ലെയിൻ ഷേവ് അടിച്ചാണെങ്കിൽ കണ്ട ഭയങ്കര സൈസ്, പ്രത്യേക സൈസ് അതിന്. അങ്ങനെ ഒന്നാമത്തെ കമ്പള കണ്ടു. ആ ഇനി അടുത്തത് കാണാൻ സമയമില്ല ഗൈസ്. എന്തെന്നാകല് എത്ര കിലോമീറ്റർ? 79, 100 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നത് ഒരു കമ്പള കാണാൻ വേണ്ടി അല്ലേ? കമ്പലല്ലേ? കമ്പള. നമ്മളങ്ങനെ ബത്തക്ക തേടി വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് സംഭവം എന്നറിയില്ല. ആടുന്ന് ഇളകിയിട്ട് പാഞ്ഞതാന്ന് തോന്നുന്നു. ഇതിൽ ഡ്രൈവറില്ല, പിന്നെ ഇപ്പുറത്തെ സൈഡത്തെ ടീമും ഇല്ല. എന്തോ മിസ്റ്റേക്കായിട്ട് ഒന്ന് ഇളകിയിട്ട് പാഞ്ഞ്. നമ്മൾ ആ സമയമാകുമ്പോൾ റിട്ടേൺ ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. അപ്പം ലാസ്റ്റ് ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് അവിടെ നിന്നതാണ്. ഈ സ്ഥലം നോട്ട് ചെയ്ത് വെച്ചോ. ഈ സ്ഥലത്തുനിന്ന് ഒരു പ്രത്യേക സംഭവം നടക്കാനുണ്ട്. ഇപ്പോൾ നടന്ന് കഴിഞ്ഞു ഈ സമയം കൊണ്ട്. ಈ ಕಮಲ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರು ಆತ್ಮೀಯರೇ, ಕುಡ್ಲದ അങ്ങനെ പരിപാടിയെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോലെ. സംഭവം അടിപൊളി. നല്ല കുറേ ഫുഡ് കോർട്ടും അങ്ങനത്തെ എന്തെല്ലാം പരിപാടി ഉണ്ട്. നല്ല വൈബ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലില്ല പോലെ ഒന്നല്ല. എന്താ സൗകര്യം, ഇഷ്ടംപോലെ സ്ഥലം, പിന്നെന്താ നല്ലൊരു പ്രോപ്പർ മാനറിൽ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം. ഒരു ബുദ്ധിമുട്ട് ആർക്കും പറ്റാത്ത രീതിയിലില്ലേ. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ. നമ്മൾ ബൈക്കിംഗ് ഉണ്ട്, ബ്രദർഹുഡാണ് അതിലെടുത്ത്. 8ൻ്റെ പണി എന്ന് പറയുന്നതല്ലാണ്ട് കിട്ടല് കുറവാന്ന്. പക്ഷെ ഇയാള് മേടിച്ചു 8ൻ്റെ പണി. 8ൻ്റെ പണി തന്നെ കിട്ടി. ആണോ? 8 ഗുണം 2 എത്രയാണ്? 16 അല്ലേ? അതെ. പേഴ്സ് എവിടെയോ കൊണ്ട് ചാടി. പണ്ടൊരു വ്ളോഗിൽ കണ്ണാട എവിടെയോ ചാടി. ഇപ്പൊ പേഴ്സ് എന്താക്കല്. ഇനി ആടത്തേക്ക് പോകണം, കുറേ ദൂരമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കളഞ്ഞു പോയതല്ല, പോക്കറ്റ് അടിച്ചതാണ്. ഞാൻ സ്ഥലം നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടേ നേരത്തെ. അവിടെ നിന്നാണ് മിസ്സായത്. അപ്പോൾ നമ്മൾ ബത്തക്ക അയച്ചിട്ട് പൈസ എല്ലാം അതിൽ നിന്ന് അടുത്ത് കൊടുത്തേ. എന്നിട്ട് കറക്റ്റ് പോക്കറ്റിൽ വെച്ചിനി. അങ്ങനെ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാകുമ്പോഴാണ് അപ്പോൾ ഏട്ടൻ ഇത് നോക്കുന്നത്, പേഴ്സ് കൊടുത്തു. പക്ഷെ അപ്പോൾ പേഴ്സ് കാണുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ 100ലേക്ക് വിളിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടുന്ന് 100ലേക്ക് വിളിച്ചാൽ നിങ്ങൾ ഈ ലൊക്കേഷൻ്റെ അടുത്തില്ലേ പോലീസ് സ്റ്റേഷനിലേക്കാണ് വിവരം പോലെ. അവിടെ നിങ്ങൾ മിസ്സായ സ്ഥലത്ത് പോയിട്ട് 100ലേക്ക് വിളിക്കാൻ പറഞ്ഞു. ഹായ് ഗായ്സ്. എത്ര പൈസ ഉണ്ട് അതിന് പേഴ്സിന്? ഒരു 3000. 3000 റുപ്യ കളഞ്ഞു. എന്തെന്ന് ആക്കല്. ആ 3000 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെല്ലാം പോവാ. ഓ
പോവും. സാറില്ല, എല്ലാം റെഡിയാവും, എല്ലാം ശരിയാക്കാം. ഇതാക്കുന്നത് എന്താ ഇപ്പം ടൈം 40. കാവൂർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എത്തി, ലോക്കൽ പോലീസ് സ്റ്റേഷൻ. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടാ. നാളെ നാട്ടിൽ പോയിട്ട് അഫിഡവിറ്റ് എടുത്തിട്ട് വരണം. നമ്മളെ ID കാർഡ്സ് നമ്മൾ തന്നെ ആണെന്നില്ല ഒന്ന് വെരിഫിക്കേഷൻ അക്നോളജ്മെന്റ് നോട്ടിഫൈഡ് ആയിട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുത്താലാണ് അവർ കംപ്ലൈന്റ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് നാളത്തേക്ക് ചെയ്യണം. ഇന്നിപ്പോൾ നമ്മൾ ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത്ര പൈസയും ഇത്ര ഐഡിയും ഇതൊക്കെ മിസ് ആയിട്ടുണ്ടെന്ന്. ഇനി അവിടുത്തെ സാറ് പറഞ്ഞ എന്താ വെച്ചാൽ അവിടെ പോയിട്ട് ഏതെങ്കിലും പോലീസ് ഓഫീസറെ മീറ്റ് ചെയ്താൽ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞേ, പോയി നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആദ്യം അങ്ങോട്ട് പോകണം. ഇയാളെ കൊണ്ട് ഹായ് മൈ ഫ്രണ്ട്സ്. അപ്പം ഞാൻ പിന്നെയും എത്തി ഇവിടെ. ഇത് ബാക്ക് ടു ഗോൾഡൻ ഫിൻഷ്. നേരത്തെ പോകുമ്പോൾ എന്തിയാ പറഞ്ഞേ, നമുക്ക് നല്ല ബേജാറുണ്ട്, വിഷമമുണ്ട്, അത്രയും സമയം ഇവിടെ കിട്ടിയിരുന്നു ചിലവഴിക്കാൻ. പക്ഷെ ദൈവം വലിയവനാണ്, പിന്നെ ഇവിടെ എത്തിച്ചു. മൈ ഗോഡ് ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റേജിലെല്ലാം കയറി. നമ്മ MP ഒന്നിച്ച് ഫോട്ടോ എടുത്തു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൗട്ടാന്ന പേര് പുള്ളിയുടെ. അപ്പോൾ വലിയ സംഭവമായി. നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ പരിചയപ്പെടുത്തി കൊടുത്തു MP-ക്ക്. ഗൈസ്, അങ്ങനെ നമ്മൾ പിന്നെയും ഇവിടെ എത്തി. ഇവിടെ ഗാലറിയിൽ സീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് നേരത്തെ തിരക്കായതുകൊണ്ട് ഗാലറി ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ നേരെ ഗാലറി വാച്ചിങ് കമ്പല അഗെയിൻ. ഇത് പെയ്ഡ് ആക്ടറാണ് കേട്ടോ. പെട്ടെന്ന് തീർന്ന് ചുമ്മാ എന്താന്ന് പോക്ക്. അവരെ ബോഡി കാണണോ, എമ്മാതിരി ബോഡി. സമയം 11:25. നമ്മളെ ട്രെയിന് 11:45 എടുത്തുന്നിടത്തേക്ക്. അയ്യോ, ഇയാളെ കൊണ്ട്, ഇയാളല്ല ഞാനും കൂടെ ആട്ടാ ബർഗറും ഗർഗറെല്ലാം മേടിച്ച് തിന്നിട്ട് സമയം കുറേ വൈത്. പിന്നെ തിന്നണ്ടേ, എന്ന് തിന്നിട്ടാ ഞാൻ ദിവസം പോയിട്ട് വേറെ ഒന്നും തിന്നാൻ സമയം കിട്ടിയില്ല. വെള്ളം വരെ കുടിച്ചില്ല. അങ്ങനെയാണ് കഥ. ഇനിയിപ്പം ട്രെയിൻ കിട്ടിയിട്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങണം. രാവിലെ 5 മണിക്ക് എല്ലുവിന് ട്രെയിൻ. എന്തോ വലിയത് വരാണ്ട് തോന്നുന്നു, എൻ്റെ മനസ്സ് പറയുന്നു. ഫോണിലെടുത്ത് വെക്കുന്നത്, വ്ളോഗിങ്ങെല്ലാം നിർത്തുന്നുണ്ട്. ഇനി ഇതാരെങ്കിലും എടുത്ത് കൊണ്ടുപോയി ഞങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. ഇതാ അങ്ങനെ നമ്മൾ മംഗലാപുരം ടൗണിലെ, ഇത് നമ്മളെ പുതിയ ചെങ്ങായിട്ടാ. ഇത് പേര് സാലി ഫ്രം മലപ്പുറം തിരൂരങ്ങാടി അല്ലേ? പരപ്പനങ്ങാടി. 2:32 ഇതാ ഇങ്ങനെ നടക്കുന്നുണ്ട്. വേറെ എന്താക്കില്ല. 5 മണിക്ക് അടുത്ത ട്രെയിൻ. നമ്മളെ ട്രെയിൻ മിസ്സായ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനിയിപ്പോ വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ നടക്കുക. ആയിക്കോട്ടെ.